വിസ്മയ കഥകൾ. കൈമുട്ടിൽ ചോരയൊലിക്കുന്ന ഒരു കുട്ടിയുമായി റെയ്ന തിരക്കേറിയ ആശുപത്രിയിലെ എമർജൻസി റൂമിലേക്ക്. അവളുടെ ഉജ്ജ്വലമായ ഊർജ്ജം അവന്റെ ക്രമമായ അരാജകത്വത്തെ തടസ്സപ്പെടുത്തുന്നു. റെയ്ന റിസപ്ഷനിസ്റ്റിനോട്, ഈ കുട്ടിക്ക് തുന്നലുകൾ ആവശ്യമാണ്, ഇപ്പോൾ തന്നെ. നിങ്ങൾ എത്ര തിരക്കിലാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. റിസപ്ഷനിസ്റ്റ് റെയ്നയോട് ശാന്തമായിരിക്കാൻ പറയുകയും അവളെ വെയിറ്റിംഗ് റൂമിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ റെയ്നയ്ക്ക് നിശ്ചലമായി ഇരിക്കാൻ വയ്യ. റെയ്ന പിറുപിറുക്കുന്നു. അവിശ്വസനീയം. ഞാൻ ഈ സ്ഥലം നോക്കി നടത്തുവാണെങ്കിൽ ആരും ഇത്രയും നേരം കാത്തിരിക്കേണ്ടി വരില്ല. ഡോക്ടർ കൈറ്റോ അപ്പോൾ അവിടേക്ക് കയറി വന്നു. അയാളുടെ ശാന്തമായ പ്രൊഫഷണൽ പെരുമാറ്റം ആർക്കും ഇഷ്ടപ്പെടും. റെയ്ന ഉണ്ടാക്കുന്ന കോലാഹലങ്ങളിൽ ഒട്ടും മതിപ്പുളവാക്കാതെ അയാൾ നടന്നു നീങ്ങുന്നു. കൈറ്റോ, ഇവിടെ എന്താണ് പ്രശ്നം? റെയ്ന തന്റെ നിരാശ അഴിച്ചുവിടാൻ തയ്യാറായി. പക്ഷേ കൈറ്റോയുടെ മൂർച്ചയുള്ള സവിശേഷതകളും തുളച്ചുകയറുന്ന നോട്ടവും കാണുമ്പോൾ അവൾ ഒരു നിമിഷം പിന്നോട്ടിരിക്കുന്നു. റെയ്ന, നിങ്ങളുടെ ഇയാർ മണിലെ ആമയേക്കാൾ പതുക്കെ നീങ്ങുന്നു എന്നതാണ് പ്രശ്നം. ഈ കുട്ടിയുടെ ബ്ലീഡിംഗ് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. കൈറ്റോ ആൺകുട്ടിയെ നോക്കി. റെയ്ന പറയുന്നതുപോലെ പരുക്ക് അത്ര അടിയന്തിരമല്ലെന്ന് കാണുന്നു. കൈറ്റോ ശാന്തമായി. ഞാൻ ഒന്ന് നോക്കട്ടെ. കൈറ്റോ മൃദുലമായി. ഹേ ബട്ടി, എന്താണ് നിന്റെ പേര്? ആൺകുട്ടി. രാഹുൽ. കൈറ്റോ, ശരി രാഹുൽ, യു ആർ ഗോന്ന ബി ജസ്റ്റ് ഫൈൻ. എനിക്കറിയാവുന്ന മിക്ക മുതിർന്നവരെക്കാളും നിങ്ങൾ ധൈര്യശാലിയാണ്. രാഹുൽ കൈറ്റോയുടെ സൗമ്യമായ സമീപനത്തിൽ ആശ്വസിച്ച് മന്ദമായി പുഞ്ചിരിച്ചു. എന്നിരുന്നാലും റെയ്ന സംശയത്തോടെ കൈറ്റോയെ നോക്കി. റെയ്ന, സോ വാട്ട് നൗ ഡോക്ടർ? കൈറ്റോ, കുറച്ച് തുന്നലുകളും ഒരു ടെറ്റനസ് ഷോട്ടും അവൻ ഓക്കെ ആവും. ഫോളോ മീ. കൈറ്റോ അവരെ ചികിത്സാ മുറിയിലേക്ക് നയിക്കുന്നു. അവൻ സാധനങ്ങൾ തയ്യാറാക്കുമ്പോൾ റെയ്ന ഒരു പരുന്തിനെ പോലെ അവന്റെ ഓരോ നീക്കവും വീക്ഷിച്ചുകൊണ്ട് സമീപത്ത് നിൽക്കുന്നു. കൈറ്റോ മുകളിലേക്ക് നോക്കുന്നു. ജസ്റ്റ് റീലാക്സ്. ഞാൻ ഇത് 1000 തവണ ചെയ്താണ്. റെയ്ന, അതെ ശരി, ഒരു പാഠപുസ്തകത്തിൽ നിന്ന് പുറത്തുവന്ന പോലെ നടന്ന ഒരാളെ വിശ്വസിക്കാത്തിന് എന്നോട് ക്ഷമിക്കൂ. കൈറ്റോ താൽക്കാലികമായി നിർത്തുന്നു. അവൻ വ്യക്തമായി ഞെട്ടിപ്പോയി. കൈറ്റോ, നിങ്ങൾ കാം ആൻഡ് കളക്ടഡ് പാരന്റിംഗിന്റെ പോസ്റ്റർ ചൈൽഡ് ആയിരിക്കും അല്ലേ? റെയ്ന, ഞാൻ അവന്റെ അമ്മയല്ല, ഞാൻ അവന്റെ അയൽവാസിയാണ്. അവൻ പാർക്കിൽ കളിച്ചപ്പോൾ വീഴുന്നത് ഞാൻ കണ്ടു. എനിക്ക് അവന്റെ രക്തം കണ്ടു ഹെൽപ്പ് ചെയ്യാതെ പോകാൻ കഴിഞ്ഞില്ല. കൈറ്റോ തലയാട്ടുന്നു. അവന്റെ ഭാവം ചെറുതായി മയപ്പെടുത്തി. കൈറ്റോ, അത് പ്രശംസനീയമാണ്, എന്നാൽ അടുത്ത തവണ തേട്രിക്സ് ഡയൽ ഡൗൺ ചെയ്യണം. അടിയന്തര സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ പരിശീലിച്ചവരാണ്. റെയ്ന അവനെ തുറച്ചു നോക്കുന്നു, പക്ഷേ പ്രതികരിക്കുന്നില്ല. കൈറ്റോ പൂർത്തിയാക്കിയപ്പോൾ അവൻ രാഹുലിനെ അഭിസംബോധന ചെയ്യുന്നു. കൈറ്റോ ഒരു ഊഷ്മള പുഞ്ചിരിയോടെ, യു ആർ ഓൾ സെറ്റ് ബട്ടി. മുറിവ് വൃത്തിയായി സൂക്ഷിക്കാൻ മാതാപിതാക്കളോട് ഉറപ്പായും പറയണം, ഓക്കെ? രാഹുൽ തലയാട്ടി റെയ്നയെ നോക്കി. രാഹുൽ, എന്നെ സഹായിച്ചതിന് നന്ദി മിസ് റെയ്ന. റെയ്നയുടെ കഠിനമായ നോട്ടം മയപ്പെടുത്തി അവൾ രാഹുലിനെ നോക്കി പുഞ്ചിരിച്ചു. റെയ്ന, എനിഡൈൻ കിഡോ, യു ആർ എ ചാമ്പ്. റെയ്നയുടെ മൃദുലമായ വശം കൗതുകത്തോടെ കൈറ്റോ വീക്ഷിച്ചു. രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുപോയ ശേഷം റെയ്ന കൈറ്റോയെ നോക്കി. റെയ്ന, ഞാൻ വിചാരിച്ച പോലെ നീ മോശക്കാരനല്ല. ഫോർ എ ഡോക്ടർ. കൈറ്റോ പുരികം ഉയർത്തി. ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ ഭയങ്കരിയൊന്നുമല്ല, ഫോർ എ സിവിലിയൻ. ഒരു നിമിഷം അവർ പരസ്പരം നോക്കി നിന്നു. പക്ഷേ റെയ്ന പെട്ടെന്ന് അത് ഒഴിവാക്കുന്നു. റെയ്ന പിറുപിറുക്കുന്നു. അത് നിങ്ങളുടെ തലയിലേക്ക് പോകാൻ അനുവദിക്കരുത്. കൈറ്റോ വിളിച്ചു പറയുന്നു. അടുത്ത തവണ എന്റെ സ്റ്റാഫിനെ ഭയപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. റെയ്ന തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് തന്നെ നടന്നു. പക്ഷേ അവൾ പോകുമ്പോൾ അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി നിറഞ്ഞു നിന്നു. കൈറ്റോ തന്റെ റൗണ്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു നഴ്സ് അവനെ സമീപിക്കുന്നു. നഴ്സ്, ഡോക്ടർ രഞ്ജി, ആരായിരുന്നു അത്? കൈറ്റോ പകുതി പുഞ്ചിരിയോടെ, എനിക്ക് ഒരു ഐഡിയയുമില്ല, പക്ഷേ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന തരമല്ല അവൾ എന്ന് തോന്നുന്നു. കൈറ്റോ ആശ്ചര്യത്തോടെ തലയാട്ടുന്നു. റെയ്ന ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. നഗരത്തെരുവുകളിലേക്ക് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് അല്പനേരം തിരിഞ്ഞു നോക്കുന്നു.